ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ഉപ്പിലിട്ടതും ബീച്ചും മാത്രം കണ്ടാൽ പോരാ. അവിടെ ഈ സമയത്ത് പുതിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. 2026 പ്രോഗ്രാം KLFന് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളും എടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ നടക്കുന്നത്. സോ കുറേ സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് സ്റ്റാൾസ് ഉണ്ട്. സോ ഫുൾ ലൈറ്റിംഗ് ആണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. സോ KLF എക്സ്പ്ലോറിംഗ് ആണ്. സോ പ്രായഭേദം ഒന്നുമില്ലാണ്ട് അത്രയും ചിൽഡ്രൻസ് ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ, സോ എല്ലാ മനുഷ്യരും ഒരുപോലെ വന്ന് കണ്ട് ആസ്വദിച്ചു പോകുന്ന നമ്മുടെ KLF. സോ സ്പെഷ്യലായിട്ട് ഇവിടെ കുറേ ഇവൻറ്റ്സും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഒരു വമ്പൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടായിരുന്നു. സോ ഈ സമയത്ത് ഈ പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട്. സുനിത വില്യംസ്, ആക്ട്രസ് ഭാവന, അങ്ങനെ കുറേ ആക്ടർ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ KLF പ്രോഗ്രാമിൽ. അപ്പോൾ ഈ സംഭവമൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. സോ ചുറ്റിലെ ആളാണ്, നമുക്ക് അടുത്ത് പോയി ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നിങ്ങൾ നൈറ്റിലൊക്കെ ബീച്ചിൽ വരാറുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? സോ ബീച്ച് ഭയങ്കര ഹീലിംഗ് ആണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾക്ക് എന്താണ് അവിടുന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഇവിടെ ഒരുപാട് സിഗ്നേച്ചർ നമ്മളെ ആക്ടേഴ്സ്, ഇവർ ഓതേഴ്സൊക്കെ ഇവരിങ്ങനെ സിഗ്നേച്ചർ ചെയ്ത് തരും നമ്മൾ അവിടുന്ന് ബുക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ. സോ പിന്നെ കുറച്ച് നമ്മളെ സുനിത വില്യംസ് മാമിൻ്റെ സ്പീച്ചസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഫുൾ ക്രൗഡായിരുന്നു, ഫുൾ ഓഫ് ക്രൗഡ്. നൈറ്റായിട്ടും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം കാണാനും ആളുകളുണ്ട്. നമ്മളെപ്പോലെ അവിടെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജില്ലകളിൽ നിന്നാണ് അവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമ്മളും. അങ്ങനെ കുറേ അവരെ സംസാരങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടു നിന്നു. നിൽക്കാനേ പറ്റുള്ളൂ, അത്രയും ക്രൗഡായിരുന്നു അവിടെ. സോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മളെ കുട്ടി ഫാമിലിയിൽ ജോയിൻ ആവുക, സബ്സ്ക്രൈബ് ഓളും എടുക്കുക. ഫേസ്ബുക്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ കുട്ടി ഫാമിലിയിൽ നിങ്ങളും ജോയിൻ ആയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഓക്കേടാ, ബൈഡാ, താങ്ക് യു.